രാഷ്ട്രീയത്തെ ഇളക്കി മറിക്കുന്ന വെളിപ്പെടുത്തലുകൾ അധികം വൈകാതെ പുറത്തുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. CPM-നും BJP-യും ഒരുപോലെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വരാനിരിക്കുന്നതെന്നും വലിയ താമസമില്ലാതെ കേരളം അത് അറിയുമെന്നും അദ്ദേഹം കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഈ വെളിപ്പെടുത്തലുകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റ് അഴിച്ചുവിടുമെന്ന് സൂചനകളാണ് സതീശൻ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ച് പ്രതികരിക്കവെയാണ് സതീശന്റെ ഈ വെല്ലുവിളി നിറഞ്ഞ വാക്കുകൾ. CPM-കാർ അധികം കളിക്കരുത്. സതീശന്റെ വാക്കുകൾ ശക്തമായിരുന്നു. ഇതൊരു ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ ആണ്. വലിയ താമസമൊന്നും വേണ്ട. ഞെട്ടിക്കുന്ന ഒരു വാർത്ത അധികം വൈകാതെ പുറത്തുവരും. കേരളം ഞെട്ടിപ്പോകും, സതീശൻ ആവർത്തിച്ചു. തിരഞ്ഞെടുപ്പിന് ഇത്രയും ദിവസങ്ങൾ ഉണ്ടല്ലോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഒരുപാട് ദിവസമില്ലേ ഇലക്ഷന്, അത്ര ദിവസം പോകില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഈ വെളിപ്പെടുത്തൽ സംസ്ഥാന ഭരണകക്ഷിയെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് വ്യക്തമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPM നേരിടുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കും ഈ വെളിപ്പെടുത്തലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. BJP-കാരോടുള്ള സതീശന്റെ വാക്കുകളും ശ്രദ്ധേയമായിരുന്നു. BJP-കാർ കാളയുമായി കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി. ആ കാളയെ കളയരുത്, അതിനെ പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം, സതീശൻ പരിഹസിച്ചു. ഈ അടുത്ത ദിവസം BJP-ക്ക് അതിനെ ആവശ്യം വരും. എന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJP-കാരെ കൊണ്ട് ആ കാളയുമായിട്ട് സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിക്കും. ഈ വാക്കുകൾ കോൺഗ്രസ് നേരിട്ട് ആക്രമണം നടത്തുന്നത് BJP-കാർക്കെതിരെയാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ വെല്ലുവിളിക്ക് പിന്നിൽ BJP-യിലെ ആഭ്യന്തര പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരെ പ്രതിരോധത്തിലാക്കുന്ന ഏതെങ്കിലും വിഷയമോ ആകാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് സതീശൻ വ്യക്തമാക്കി. കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അവസാനിച്ചു. അദ്ദേഹം പറഞ്ഞു, ഹൃദയവേദനയോടെയാണ് സഹപ്രവർത്തകനെതിരെ നടപടിയെടുത്തത്. സ്ത്രീപക്ഷ നിലപാടാണ് പാർട്ടി സ്വീകരിച്ചതെന്നും സ്ത്രീകളുടെ ആത്മാഭിമാനത്തിനെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടാണ് ഇത്തരമൊരു കടുത്ത നിലപാടെടുത്തതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച വേഗത്തിലുള്ള നടപടി പാർട്ടിക്കുള്ളിലെ ശക്തമായ നിലപാടുകളെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ CPM അടക്കമുള്ള മറ്റ് പാർട്ടികൾക്കെതിരെയും സതീശൻ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. പീഡനക്കേസിൽ പ്രതിയായ ആൾ ഇടതുപക്ഷത്ത് ഇരിക്കുകയാണ്. ലൈംഗിക അപവാദ കേസിൽ പ്രതികളായ മന്ത്രിമാരെ ആദ്യം പുറത്താക്കണം. റേപ്പ് കേസിൽ പ്രതിയായ MLA-യോട് രാജിവെക്കാൻ പറയണം. CPM-നെതിരെ സതീശന്റെ ആരോപണങ്ങൾ തീവ്രമായിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകനെതിരായ ഗുരുതര ആരോപണങ്ങൾക്ക് CPM-ന് മറുപടിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കളങ്കിത വ്യക്തിത്വമായ രാജേഷ് കൃഷ്ണ ഹവാലയിലും റിവേഴ്സ് ഹവാലയിലും കൂടി ഉണ്ടാക്കിയ പണം മന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാർക്ക് അയച്ചെന്ന് ആരോപണമുയർന്നു. സതീശൻ വെളിപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ താഴെത്തട്ട് വരെ ലൈംഗിക അപവാദ കേസുകളിൽ പ്രതികളായ ആളുകളെ വെച്ചുകൊണ്ടാണ് CPM നടക്കുന്നത്. ഗോവിന്ദനെ രക്ഷിക്കാനും മന്ത്രിയടക്കം ഹവാല, റിവേഴ്സ് ഹവാല കേസുകളിലുള്ളവരെ രക്ഷപ്പെടുത്താനുമാണ് ഈ ശ്രമങ്ങളെന്നും സതീശൻ ആരോപിച്ചു. ഈ ശക്തമായ പ്രസ്താവനകൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സതീശന്റെ വെല്ലുവിളിയിൽ പ്രതികരിക്കാൻ CPM-ഉം BJP-യും തയ്യാറായിട്ടില്ല. അദ്ദേഹം സൂചിപ്പിച്ച ഞെട്ടിക്കുന്ന വാർത്ത എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ പ്രസ്താവനകൾ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് കണ്ടറിയാം.